എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെന്നൈ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഫ്രഷ് ആയ ശേഷം ഹാരിസൺ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാദേവൻ്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയും പ്രതിഷ്ഠയുണ്ട്. അവിടെ പോയി തൊഴുത ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് മീനാൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പോകുന്നത് ചെന്നൈയിലുള്ള US കൗൺസിലേറ്റിലേക്കാണ്. അവിടെയാണ് ഇൻ്റർവ്യൂ ഉള്ളത്. ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വന്നു. ഇനി നമ്മൾ ഫിനിക്സ് മാൾ കാണാനാണ് പോകുന്നത്. 4 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ മാളിലെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോളിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഫിനിക്സ് പക്ഷിയുടെ സിമ്പൽ കാണാവുന്നതാണ്. ലോകോത്തര ബ്രാൻഡുകളായിട്ടുള്ള വിവിധതരം ഷോപ്പുകൾ ഈ മാളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ എൻ്റർടൈൻമെൻറ്റിനും ഇൻഡോർ ഗെയിംസും അതുപോലെ മൂവി കാണുന്നതിന് ഇനോക്സും ഈ മാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4th ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഫിനിക്സ് മാളിൽ നിന്ന് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
ന്യൂ ആന്ധ്ര മീൽസിലേക്കാണ് നമ്മൾ പിന്നെ പോകുന്നത്. അങ്ങനെ ആന്ധ്ര സ്റ്റൈലിലുള്ള ഒരു മീൽസാണ് നമ്മളന്ന് ലഞ്ചായിട്ട് കഴിച്ചത്. അങ്ങനെ ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെറ്റ്പെറ്റ് എക്കോ പാർക്കിലേക്കാണ് പോകുന്നത്. ഇത് ഹാരിസൺ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലേക്കുള്ള എൻട്രി ഫീ മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി ഫീസ്. ഇതുകൂടാതെ ബോട്ടിങ്ങിനുള്ള സൗകര്യം അതുപോലെ തന്നെ ഒരു അക്വേറിയം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യവും അവിടെ തന്നെ ഒരുക്കിയിട്ടുള്ളതാണ്. അങ്ങനെ പാർക്കിലൊക്കെ നടന്നു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സംഗീത ഹോട്ടലിലാണ് അന്നത്തെ ഡിന്നർ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും കുറുമയും ബാജിയും അതുപോലെ തന്നെ റവ റോസ്റ്റും സാമ്പാറും 3 തരത്തിലുള്ള ചട്നിയുമായിരുന്നു. ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ള ഫിൽറ്റർ കോഫിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം പിന്നെ നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. പിറ്റേ ദിവസമാണ് നമുക്കിനി പാലക്കാടേക്ക് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.